യൂല അലൈ ഹസൻ ഖബറിന്റെ മേലെ ചരൽക്കല്ലുകൾ ഇടൽ സുന്നത്താണ്. റവ ഷാഫി ഇമാം റിവായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസ്സ അലാ ഖബരി ബിനിഹി ഇബ്രാഹിം. ഇബ്രാഹിം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ വഫാത്തായ സമയത്ത് മകന്റെ ഖബറിന്റെ മേലെ എന്ത് വിതറിയിരുന്നു, എന്ത് ചരൽക്കല്ല് വിതറിയിരുന്നു. വലാ അലൈ ഹസ്ബാ, അതുപോലെ തന്നെ ചെറിയ കല്ലുകൾ അതിൻ്റെ മേലിൽ, സോറി റഷ എന്ന് പറഞ്ഞാൽ ചരൽക്കല്ലല്ല, വെള്ളം എന്തായിരുന്നു പാറ്റിയിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ വലാ അലൈ ഹസ്ബ, ചരൽക്കല്ലുകൾ അതിൻ്റെ മേലെ വെച്ചിരുന്നു. വഹിയ ബിൽ മദ്ദി വബിൽ മുവഹദത്തി അൽ ഹസസിഗാർ, മദ്ദും ഉണ്ട്, അതേമാതിരി തന്നെ ബാ ഹസിയാ എന്നല്ല ഹസ്ബാ. അപ്പോൾ വഹുവ ഹദീസും മുർസല ഹദീസ്, അപ്പോൾ തെളിവ് പിടിക്കാൻ പറ്റും. വൈന്ദ റഹസി ഖബറിൻ്റെ തലഭാഗത്ത് വെക്കലും സുന്നത്താണ്. ഹജറുൻ കല്ല് അല്ലെങ്കിൽ ഹസബത്തുൻ ഒരു മരത്തിൻ്റെ കഷ്ണം. റവാ അബൂദാവൂദ ബി ഇസ്നാദിൻ ജയ്ദിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ വലാ ഹജറൻ ഐ സൊഹറത്തൻ ഇന്ദ റഹസി ഉസ്മാൻ ബിൻ മൽഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു കല്ല് വെച്ചു, ഒരു പാറ കഷ്ണം വെച്ചു. ഇന്ദ റഹസി ഉസ്മാൻ ബിൻ മൽഊൻ എന്നവരുടെ തലഭാഗത്ത്. വക്കാല, എന്നിട്ട് പറഞ്ഞു, അതഅല്ലമു ബിഹ, ഞാൻ അതുകൊണ്ട് അടയാളം വെക്കും, ഖബറ അഹി, എൻ്റെ സഹോദരൻ്റെ ഖബറിന്. അവിടെ അഹ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മുസ്ലിമീങ്ങൾ മുഴുവൻ സഹോദരന്മാരാണല്ലോ, അപ്പം അങ്ങനെ നബി തങ്ങൾ പറഞ്ഞതാകാം. പിന്നെ ഒരു ഇതുണ്ട്, ഉസ്മാൻ ബിൻ മൽഊൻ എന്നവർ മുഹാജിറായിരുന്നു, എന്താണ് ആദ്യം ഹിജ്റ പോയ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്താണ് കുമ്മലകുടി ബന്ധത്തിലുള്ള സഹോദരനാണെന്നുള്ളൊരു കീലുണ്ട്. ഏതായാലും അതിന് പ്രത്യേക തെളിവുകളൊന്നും കണ്ടിട്ടില്ല എന്ന് മുസന്നിഫ് അവർ പറയുന്നുണ്ട്. കല്യൂബി അതിൻ്റെ സെറയിൽ നോക്കിയാൽ മതി. ഉദുഫിനോ ഇലൈമൻ മാത്തമിൻ അഹ്ലി, അതുപോലെ തന്നെ എനിക്ക് ഇയാളുടെ ഈ ഉസ്മാൻ ബിൻ എന്നവരുടെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ആരെങ്കിലും മരിച്ചാൽ അവരുടെ കൂടെ ദഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പ്രത്യേക അടയാളം വെക്കാം. നമ്മൾ സാധാരണ ഇപ്പോൾ അങ്ങനെ വെക്കാറുമുണ്ട്. അതഅല്ലമു എന്നുള്ളത് വിമാന അല്ലമ മിനൽ അലാമത്തി, അടയാളം വെക്കുക എന്നാണ് അർത്ഥം കേട്ടോ. വജംഉൽ അഖാരിബി ഫീ മൗളിൻ, അതുപോലെ തന്നെ കുടുംബക്കാരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടൽ നല്ലതാണ്, സുന്നത്താണ്. ദക്കറു ഷെയ്ഖ് ഫിൽ മഹദബിലെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഷിറാസി തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. വസ്തദല്ല ബിൽ ഹദീസ്, തെളിവെന്താ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹദീസ് അല്ലേ, അൽ മദ്കൂർ വനക്കലുൽ മുസന്നിഫു ഫി ശറഹി ശറഉൽ മദ്ഹബിൽ നബിഗാമ പറഞ്ഞ റൗലയിൽ പറഞ്ഞ പോലെ ഷാഫി ഇമാമിനെ തൊട്ട് വൽ അസ്ഹാബി വഖാല ഫീഹി ഖാലൽ ബന്ദനീജി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഖദ്ദിമൽ അബു ഇലൽ ഖിബ്ലത്തി, ഇങ്ങനെ എല്ലാവരും കുടുംബക്കാരൊക്കെ വെക്കുമ്പോൾ വാപ്പാനെ എന്ത് ചെയ്യണം, ഖിബ്ലയുടെ ഭാഗത്തേക്ക് ഏറ്റവും അടുത്ത ആള്, പിന്നെ മക്കൾ, അങ്ങനെ വെക്കണം. സുമ്മൽ ഹസന്, പിന്നെ മക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ആ പ്രായമുള്ള ആള്, അങ്ങനെ ഏറ്റവും കുടുംബനാഥന് ഏറ്റവും ഖിബ്ലയുടെ ഏറ്റവും മുമ്പിൽ വെക്കണം എന്നർത്ഥം. ഖിബ്ലയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ വാപ്പ, പിന്നെ ചെറിയ ആള്, അങ്ങനെ. വയന്തബു സുന്നത്താണ്. സിയാറത്തുൽ ഖുബൂരി ലിരിജാലി, ആണുങ്ങൾക്ക് ഖബർ സിയാറത്ത് സുന്നത്താണ്. റവാ മുസ്ലിമൻ അൻ ബുറൈദത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂരി ഫസൂറുഹാ ഖാല ഫീ ശറഇൽ മദ്ഹബി വഖ്തലഫൽ ഉലമാ ഫീ ദുഖൂലി നിസാഇ ഫീ. ശറഉൽ മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഉലമാക്കൾ, ഈ പെണ്ണുങ്ങൾ ഈ ഒരു ഇതിൽ ഒന്നാണ് അമ്രിൽ പെടുക എന്നുള്ളത്. ഒരു മുഖ്താർ അഭിപ്രായപ്രകാരം അസാബിന അന്നോന്നല ദുഹുൽ ഫി ലൊമീർ റിജാലി, ഈ ലൊമീർ റിജാലിൽ സാധാരണ പെണ്ണുങ്ങൾ പെടാറുണ്ട്, പക്ഷെ ഇതിൽ പെടൂല. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് അത് കറാത്താണ്. കില്ലത്തി സൊബരീന കസറത്തി ജസീന, അവർക്ക് ഈ ക്ഷമിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ ആ ജസാ, ആ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ആ ഒരു അതന്നെ ഓരോ ബുദ്ധിമുട്ടുകൾ കാണിക്കൽ അത് അധികരിച്ചതുകൊണ്ടും. വക്കീല തഹറുമു ഹറാമാണെന്നുള്ളൊരു കീലുണ്ട്. കാലു ഷെയ്ഖു ഫിൽ മുഹദബി, അബുൽ ഇസാഖ് ഷിറാസി എന്നവർ അത് മുഹദബിൽ പറഞ്ഞിട്ടുണ്ട്. വസ്തദല്ല ബി ഹദീസി അബി ഹുറൈറ തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാന സുവാറാത്തിൽ ഖുബൂരി, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നവരെ ശപിച്ചിട്ടുണ്ട് എന്നുള്ള ഹദീസും അതിൽ പറഞ്ഞിട്ടുണ്ട്. റവാഹു തുർമുദി വഗൈറുഹു വഖാലഹു ഹസനു സ്വഹീഹുൻ വലമ്മ ഫീ ശറഇൽ മുഹദബി ഇല ഷെയ്ഖ് സവൈബിൽ ബയാൻ വദ്ദാഇറു അലൽ അൽസിനത്തി ലൊമ്മുസായി. ശറഉൽ മുഹദബിൽ ഒന്നുകൂടി കൂട്ടി പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ സുവാറാത്ത് സാനോടെ എന്താണ് ലൊമ്മിടലാണ് അധികം നമ്മളെ വാക്കിലൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്നത്, ദൗറാനായിട്ട് വരുന്നത്. ജമ്മു സുവാർ, സുവാറാത്തിൻ്റെ മുഫ്രദ് സുവാർ. ജമ്മു സായിറത്ത്, സുവാർ എന്ന സായിറത്തിൻ്റെ ജമ്മാണ്. സമാ നൽകി കിയാസം നൽകുമ്പോൾ സായിറിൻ്റെ ജമ്മാണ്. ഏതായാലും അതിൻ്റെ അങ്ങനെ വരുമ്പോൾ സുവാറാത്ത് എന്ന് വായിക്കണം എന്നർത്ഥം. വക്കീല തുബാഹു ഇതാ അമിനത്തിൽ ഫിത്നത്തു,
ഏതായാലും കീലുണ്ട് എന്ത് ഹലാലാണ് സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് ഇപ്പോൾ ഫിത്ന ഇല്ലെങ്കിൽ അമലം ബിൽ അസ്ലി പ്രകാരം എന്താണ് ഹലാലാണെന്നല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വൽ ഹദീസു ഫീമാ ഇദാ തറത്തബ അലൈഹ ബുകാഉൻ വനൗഹുൻ വതഅദീദു ഖഅദതിഹിന്ന. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഹറാമാണെന്ന് പറഞ്ഞ കാര്യം എന്ത്, അതൊക്കെ വരുന്നത് അതിൻ്റെ കൂടെ കരച്ചിലും അതുപോലെ തന്നെ അട്ടഹാസങ്ങളും കാര്യങ്ങളും അവരുടെ തഅദീദ് എന്ന് പറഞ്ഞാൽ അവരുടെ നന്മകൾ എടുത്ത് പറയലോ അതൊക്കെ ഇങ്ങനെ കൂടെ വരുമ്പോഴാണ്. അപ്പോൾ ഫൈമൽ മുസന്നിഫ് വൽ ഇബാദത മിൻ ഹികായത്തി റാഫി അദമുൽ കറാഹ. മുസന്നിഫ് എന്നവരെ എന്ത് മനസ്സിലാക്കി എന്ത് അത് ഹലാലാണെന്ന് എന്തിൽ നിന്ന്, റാഫി ഇമാമ കറാഹത്തില്ല എന്ന് ഹിക്കായത്തിൽ നിന്ന്. തബിയാഹു ഫി റൗദത്തി വസറൽ മദബി, അത് തന്നെയാണ് മുസന്നിഫ് റൗദയിലും ഷറൽ മദബിലും ഹലാലാണെന്ന് നിൽക്കാനും പറഞ്ഞത്. വദക്കറ ഫി ഹംലൽ ഹദീസി അലാമാ ദുക്കിറ, എന്നിട്ട് നേരത്തെ പറഞ്ഞ ഹദീസ് നിമിത്തങ്ങൾ ശപിച്ചു പറഞ്ഞ ഹദീസില്ല അത് ഇപ്പോൾ പറഞ്ഞ ആരെ കരയുന്ന പെണ്ണുങ്ങളുടെ മേലിൽ എന്ത് ചെയ്തു, ഹംലി സീൻ ചെയ്തു. വഅന്നൽ ഇഹ്തിയാതലിൽ അജൂസി തർക്കു സിയാറത്തിൽ ളാഹിരിൽ ഹദീസി. അതുപോലെ തന്നെ അജൂസായ സ്ത്രീക്ക് എന്ത്, അതായത് വൃദ്ധയായ സ്ത്രീക്ക് സിയാറത്ത് ഒഴിവാക്കലാണ് ഏറ്റവും സൂക്ഷ്മത. ഹദീസിൻ്റെ ലോഹിർ അല്ല സുവാറാത്തുൽ കുബൂറിൽ ആരും പെടുന്നുണ്ടല്ലോ, ലാനത്തിൻ്റെ ആ ഒരു ഇതിൽ പെണ്ണായ അജൂസത്തും പെടുന്നുണ്ടല്ലോ, വൃദ്ധയായ സ്ത്രീയും പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് എഹ്തിയാത്ത് നൽകാതെ ഒഴിവാക്കലാണ് നല്ലത് എന്നുള്ളത്. ഇനി സിയാറത്തിൻ്റെ കുറച്ച് മര്യാദകൾ പറയാണ്. യുസല്ലിമു സായിറു, സിയാറത്ത് ചെയ്യുന്ന ആൾ സലാം പറയണം. ഫയഖൂലു കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഖറജലൽ മഖ്ബറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയുക. റവാഹു മുസ്ലിമുൻ സാദ അബൂ ദാവൂദ് ഇബ്നു മാജ. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹും വലാ തഫ്തിന്നാ ബഅദഹും എന്നുള്ള അതും കൂടി അബൂ ദാവൂദ് എന്നൊരു സായിദാക്കിയ സനദ് ലൈഫാണ്. വഖൗലു ദാർ ഐ അഹ്ല ദാർ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ, ദാറിനോടാണ് സലാം പറഞ്ഞത്, അഹ്ല ദാർ ദാറിൻ്റെ അഹലുകാരെ. പിന്നെ വനസബു അലൽ ഇഖ്തിസാസി അവിൻ നിദായ്, ഒന്നുകിൽ ഇഖ്തിസാസ് നൽകി നമ്മൾ പഠിച്ചല്ലോ ഇഖ്തിസാസ് കഴിഞ്ഞ കൊല്ലം അല്ലേ, ആ നിലക്ക് അല്ലെങ്കിൽ നിദാ എന്നുള്ള നിലക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ നസ്ബ് ചെയ്യുക. നസ്ബ് വരുന്നത് ഇഖ്തിസാസ് നിൽക്കാണ് അല്ലെങ്കിൽ നിദാ എന്നുള്ള നിലക്കാണ്. പിന്നെ വഖൗലു ഇൻഷാ അല്ലാ എന്നുള്ളത് തബറുക്കിനാണ്, അല്ലാതെ എങ്ങനെയായാലും നമ്മൾ മരിക്കാനുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അല്ലേ, ഇനി വരാൻ പോണ എന്ത് കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇൻഷാ അല്ലാ പറയല് നല്ലതാണ്. അല്ലാ തക്കൂരൻ ഇല്ല ഇനി ഫായിലും നാലി കൊത ഇല്ല ഇൻഷാ അല്ലാ എന്ന് സൂറത്തുൽ കഹ്ഫിലുണ്ട് അല്ലേ. യഖറോ യദോ, എന്നിട്ട് എന്ത് ചെയ്യണം, മയ്യത്തിൻ്റെ അടുത്ത് നിന്ന് ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഓതണം, ദ്വാരക്കണം. അക്കിബ കിറാത്തി, ഓതിയ ശേഷം ഉടനെ തന്നെ വദ്ദുആ യൻഫഉൽ മയ്യിത്ത്, ആ ദുആ മയ്യത്തിന് ഉപകാരപ്പെടും. അക്കിബൽ കിറാത്തി അഖ്റബു ഇലൽ ഇജാബ, അത് ഓതി ഉടനെ ആകുമ്പോൾ ഉത്തരത്ത് കിട്ടാൻ ഒന്നും കൂടി എന്താണ് ഏറ്റവും അടുത്തതാണ്. യഹ്റുമു നഖ്ലുൽ മയ്യിത്തി ഇലാ ബലദിൻ ആഖറ, മയ്യത്തിനെ വേറെ നാട്ടിലേക്ക് നീക്കൽ, ദഫൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് നീക്കൽ എന്താണ്, ഹറാമാണ്. മരിച്ച നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് നീക്കാൻ. ലിയദ്ഫിന ഫിയാ, മറ്റേ നാട്ടിൽ എന്ത് ചെയ്യാൻ വേണ്ടി, അവിടെ ദഫൻ ചെയ്യാൻ വേണ്ടി. അപ്പം വേറെ നാട്ടിൽ വെച്ച് ഗൾഫിലേറ്റ് മരിച്ചാൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരില്ല എന്താണ്, ഹറാമാണ്. വക്കീല, അവിടെ കീലുണ്ട് യുക്റഹു, അത് കറാഹത്താണ് എന്നുള്ളത്. ഇല്ല യുക്കൂൻ ഖുർബി മക്കത്താവിൽ മദീനത്ത് അവൽ മദീനത്തി ഓ ബൈത്തുൽ മുഖദ്ദസ്. അപ്പോൾ ആ നാട് മക്കൻ്റെ അല്ല മദീനൻ്റെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുത്തല്ലെങ്കിൽ ആണ് എന്ത് ഹറാമുള്ള, അല്ലെങ്കിൽ കീലയിൽ കറാഹത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്താണെങ്കിൽ മുഖ്താറോ അയ്യങ്കുലില്ല, അപ്പോൾ മുഖ്താർ എന്താണ് ആ നാട്ടുകളിലേക്ക് നീക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ ദഫൻ ചെയ്ത അവിടെ ഒരു ഫലീലത്തുണ്ടല്ലോ, ശ്രേഷ്ഠത ഉണ്ടല്ലോ എന്ന്. നസ്സ അലൈഹി ഷാഫി റളിയല്ലാഹു അൻഹു, അതിന് ഷാഫി ഇമാം അത് നസ്സാക്കി പറഞ്ഞിട്ടുണ്ട്. വൽ അഫ്ലുഹു ലാ ഉഹിബ്ബുഹു ഇല്ലാ യകൂന, അതാണ് ഇല്ലാ യകൂന എന്ന് പറഞ്ഞ ബാക്കി ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ ലഫ്ലുകളാവും അല്ലേ. വക്കാലബിൽ കറാഹത്തി അൽ ബഗവി, കറാഹത്താണെന്നാണ് ബഗവി ഇമാം പറഞ്ഞത്. വബിൽ ഹുർമത്തി, ഹറാമാണെന്നാണ് മുത്തവല്ലി ഇമാമും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത്. വജൂഹ, ഹുർമത്ത് എന്നുള്ളതിൻ്റെ വജ എന്താ, അന്നഫി നഖ്ലി തഖീർ ദഫ്നിൽ മഅ്മൂരി തഅജീലിഹി വതരീലുഹു ലിഹത്കി ഹുർമത്തിഹി വതഗയ്യുറുഹു വഗൈരി ദാലിക. അപ്പോൾ ഹറാമാണ് അല്ലെങ്കിൽ അത് കറാത്താണെന്നൊക്കെ പറയുന്നതിൻ്റെ വജഹ് എന്താ വെച്ചാൽ, അത് മയ്യത്തിന് വേറെ നാട്ടിലേക്ക് നിൽക്കുമ്പോൾ ആ ദഫൻ്റെ സമയം അത്രയും പിന്തി പോവുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം പെട്ടെന്ന് ആക്കണം എന്നുള്ളത് ദഫൻ ചെയ്യൽ. അതുപോലെ തന്നെ അവൻ്റെ ഹുർമത്തിനെ നശിപ്പിക്കാനുള്ള ഒരു താരീലുണ്ട്. കാരണം അതിങ്ങനെ ഒരാഴ്ചയൊക്കെ ഗൾഫിൽ നിന്ന് എത്തുമ്പോഴത്തേനും അത് ആകെ മണത്തിട്ട് ആകെ ഒരു
ഇതായി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട്, അതുപോലെ മയ്യത്തിൻ്റെ ഹുർമത്ത് അല്ലേ, വല്ലാത്തൊരു അവസ്ഥയാണ് അങ്ങനത്തെ ഉള്ള അവസ്ഥകളിലൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു താരീൽ അതിലേക്ക് വരുന്നുണ്ട്. അതിലേക്കുള്ള താരീൽ പറഞ്ഞാൽ അതിലേക്കൊരു സൂചന താരീലാക്കി പറയാൻ നടത്താം. അപ്പോൾ ഇവിടെ വെളിവാകലുണ്ട്, ലിഹാത്ത് താരീലിൻ്റെ അർത്ഥം വെളിവാകലുണ്ട്. ലിഹാത്തക്ക് പൊളിക്കാൻ വേണ്ടി ഹുർമത്തി മയ്യത്തിൻ്റെ ആ ഹുർമത്ത് അവിടെ പൊളിഞ്ഞു പോവുകയാണ്. അപ്പോൾ തകയ്യറോ അതേമാതിരി തന്നെ മയ്യത്തിൻ്റെ ബോഡിയൊക്കെ അവിടെ തകീറായി പോവുകയാണ്. ഒരു താലിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് കറാഹത്തൻ അല്ലെങ്കിൽ ഹറാമാണെന്ന് പറയുന്നത്. വഖദ് സഹാൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല കുന്നാ ഹമൽനൽ ഖത്ല യൗമ ഉഹദിൻ ലിനദ്ഫിനഹും ഫജാഅ മുനാദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുകും അൻ തുദ്ഫിനു അൽ ഖത്ല ഫീ മളാജിഇഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഉഹദിൻ്റെ ദിവസം അന്ന് കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ഖബർ ഇതൊക്കെ മയ്യത്തുകളൊക്കെ ഞങ്ങളിങ്ങനെ ചുമക്കാണ്, ഒടുക്ക് വേണ്ടി വേറെ സ്ഥലത്തേക്ക് ചുമക്കാണ്, അവിടെ ദഫൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിച്ചു പറയുന്ന ആൾ വന്നുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് ആ മരിച്ചവരെ അവരുടെ എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ ദഫൻ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. റവാഹു അബൂ ദാവൂദ് തുർമുദി വന്നസായി ബി അസാനീദ സ്വഹീഹ്. ഇതൊക്കെ ഒരു റിവായത്ത് എന്താണ്? വക്കാല തുർമുദി ഹദീസുൻ ഹസനുൻ സ്വഹീഹ് ദക്കറ ദാലിക കുല്ലഹു ഫി മസലത്തിൻ നഖ്ലി ഫി റൗദത്തി. ഈ കാര്യങ്ങളൊക്കെ നഖലിൻ്റെ മസലയിൽ റൗദയിൽ പറഞ്ഞിട്ടുണ്ട് വസറിൽ മദബി. പിന്നെ വനബുസൂബാദ് ദഫ്നീലി നഖലി ഓരി ഹറാമ് ഇല്ലാലി ലറൂറത്തിൻ ബിഅൻ ദുഫിന ബിലാ ഹുസ്ലിൻ. അതുപോലെ തന്നെ മറവ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ആ ഖബർ മാന്തുക എന്നുള്ളത് ഹറാമാണ്. അത് നഖലിനാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും. പക്ഷെ അത്യാവശ്യത്തിന് വേണ്ടി അല്ലാതെ ഉദാഹരണത്തിന് ഓന് ദഫൻ ചെയ്തത് മറവ് ചെയ്യപ്പെട്ടത് കുളിപ്പിക്കപ്പെടാതെയാണ്. ഓവ വാജിബുൽ ഹുസ്ലിൻ. ഏത് നിലയ്ക്ക് ഓനെ കുളിപ്പിക്കൽ വാജിബാണ്. ഫയജിബുൻ. അപ്പോൾ കുളിപ്പിക്കൽ വാജിബല്ലാത്ത ആൾ ഇപ്പോൾ ഷഹീദ് അല്ലേ, അങ്ങനെ ഷഹീദല്ലാത്ത ആളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫയജിബുൻ അബുഷു ഓൻ്റെ ഖബർ മാന്തൽ നിർബന്ധമാണ്. തദാറുക്കല്ലി ഹുസ്ലിൽ വാജിബി. അവൻ്റെ നിർബന്ധമായ കുളിയെ വീണ്ടെടുക്കാൻ വേണ്ടി മാലം തകയ്യറാകാത്ത സമയത്തോളം. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ തകയ്യറായി ഉണ്ടാകും അല്ലേ, അതിൻ്റെ മുമ്പ് വേണമെങ്കിൽ മാന്താം. ആലഫി സറയിൽ മാധബി വലിയ സലാത്തി അലി നിസ്കരിക്കാൻ വേണ്ടിയും മാന്താം, അത് ഖബർ മാന്താം എന്നുള്ളതാണ്. കാല ഫൈൻ തകയ്യറ വഹഷ്യ ഫസാദോ ഇല്ല മജിസ് നബുസുഹോ. എന്നിട്ട് സറൽ മദബിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് തകയ്യൂറാവുകയും ഫസാദാകുന്നതിനെ പേടിക്കുകയും ചെയ്താൽ നബിസ് ചെയ്യൽ ജായിസ് ആവുകയില്ല. ലിമാഫി മിൻ ഇന്തിഹാക്ക് ഹുർമത്തി. കാരണം മയ്യത്തിൻ്റെ ഹുർമത്തിനെ അവിടെ പൊളിക്കലുണ്ട്. ഔ ഫി അർലിൻ ഔ സോബിൻ മഹസൂബൈനി. അല്ലെങ്കിൽ ഒന്നെങ്കിലും പറഞ്ഞത് നമ്മളെ കുളിപ്പിക്കാതെ ദഫൻ ചെയ്തു, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അവസ്ഥ ഓൻ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിലാണ്. മഹസൂബൈനി രണ്ടും കൊള്ളയടിക്കപ്പെട്ട വസ്ത്രങ്ങളാണ് അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ട ഭൂമിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫജിബിൻ അബിഷുഹു വൈൻ തകയ്യറ. അത് അവനെ മാന്തി തന്നെ വേണം, അത് തകയ്യൂറായാലും. ലിറുദ്ദ കുല്ലുൻ അലാ സോയിബി. അതൊന്നുകിൽ ഭൂമി അയാൾക്ക് മടക്കി കൊടുക്കാൻ വേണ്ടി, ഇതാലും നിറല ബിബക്കായി അവന് ആ ഭൂമിയിൽ അല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ അവൻ അവശേഷിക്കൽ ഈ മറ്റേ അതിന് മാലിക്കിന് തൃപ്തി ഇല്ലെങ്കിൽ. ഒഫി സോബി വജൂൻ. സോബിലൊരു വജുണ്ട്. അന്നോ ലാജൂസുൻ നബ്സുൽ റദ്ദീൽ എന്നോ താലിഫി ഫയോത്ത സോയിബുഹു കീമത്തുഹു. അപ്പോൾ വസ്ത്രമാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് നിർമ്മിപ്പോയിണ്ടാവും. അപ്പോൾ അത് നശിച്ച പോലെ തന്നെയാണ്. അപ്പോൾ നശിച്ചതിന് നഷ്ടപരിഹാരം അവിടെ കൊടുത്താൽ മതി എന്നുള്ളൊരു വജയുണ്ട്. ഭൂമിയാണെങ്കിൽ എങ്ങനെയാലും മാന്തേണ്ടി വരും. ഓ വക്കാഫി. അല്ലെങ്കിൽ ഖബറിൽ വീണ് മാലുൻ ഒരു ഹാത്തമുൻ ഒരു മോതിരോ അല്ലെങ്കിൽ പേഴ്സോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സമ്പത്ത് അവിടെ വീണാൽ ഫജിബിൻ അബുസോ അല്ലെ അഹദിഹി. അത് മാന്തൽ നിർബന്ധമാണ് എടുക്കാൻ വേണ്ടി. കാലഫി സറൽ മദബി ഹാക്കഥ അത്തലക്കോ അസാബുന. ഇങ്ങനെയാണ് മുത്തലക്കാക്കി പറഞ്ഞത് നമ്മളെ അസാബ്. അപ്പോൾ കയ്യദുൽ മുസന്നിഫ് ബിമാ ഇദാ തൊലബഹു സോയിബുഹു. അപ്പോൾ അവിടെ അതിൻ്റെ സോയിബ് അത് നബിസിന് വേണ്ടി തേടിയാൽ എന്ത് ചെയ്താൽ മതി, മാന്തിയാൽ മതി എന്നുള്ളത് ഒന്ന് കൈതാക്കി പറഞ്ഞിട്ടുണ്ട് മുസന്നിഫ് അവറുകളെ. വലം യുവാഫിഖുഹു അല തഖീദി. പക്ഷേ ബാക്കിയുള്ള അസ്ഹാബ് ഈ തക്കീദിൻ്റെ മേൽ യോജിക്കുന്നില്ല. ഓ ദഫൻ ഔ ദുഫീന ലി ഗൈരിൽ ഖിബ്ലത്തി. അല്ലെങ്കിൽ അപ്പോൾ നബിസ് പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ പറയാണ്. അപ്പോൾ ഒന്ന് കുളിപ്പിക്കാതെ ദഫൻ ചെയ്ത്, രണ്ടാമത്തെ അർലിൻ ഔ സോബിൻ മഹസൂബൈനി ആയാൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ പറഞ്ഞ വക്കാഫി മാലാണ്, നാലാമത്തെ പറഞ്ഞ ഓ ദുഫീന ലി ഗൈരിൽ ഖിബ്ലത്തി. അവൻ മറവ് ചെയ്യപ്പെട്ടത് കിബിലക്ക് മുന്നിടിച്ചിട്ടല്ല, അത് നിർബന്ധമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫൈജിബിൻ നബിസു മാലമെ തകയ്യർ. അവൻ തകയ്യറാവാത്ത സമയത്തോളം അവൻ എന്ത് ചെയ്യുക, അവൻ്റെ ഖബർ മാന്താം. അപ്പോൾ ദോജിയൂലിൽ കിബിലത്തി കമാത്ത ദമ. എന്നിട്ട് എന്ത് ചെയ്യണം, കിബിലക്ക് മുന്നിടിപ്പിക്കാം. ലാലി തക്ഫീനി. കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട,
ഖബർ മാന്തേണ്ടതില്ല ഫിൽ അസഹി ലിയന്നൽ ഒറല മിന്നു സത്തുറു വഖദ് സുത്തറ ഹു തുറാബു. കാരണം കഫൻ ചെയ്യാന്നുള്ളത് കൊണ്ട് മറവ് കഫൻ ചെയ്യണ കൊണ്ടുള്ള ഉദ്ദേശം മറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവനെ മറച്ചിട്ടുണ്ട് എന്ത് തുറാബ്. വല്ല ഇക്തിഫോ ബി ഔലാമിൻ ഹത്തിക്ക് ഉർമത്തി ബിൻ നബിസി. ഇനിയിപ്പോൾ തുറന്ന് കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ അവരത്തൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ നബിസ് കൊണ്ട് അവൻ്റെ ഹുർമത്തോടെ ഹത്തിക്ക് ചെയ്യാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴുള്ള മറല്ലേ അതുകൊണ്ട് മതിയാക്കലാണ് ഏറ്റവും നല്ലത്. വസാനി യക്കീസു അലൽ ഹുസ്ലി. സാനി പറഞ്ഞത് അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് അസഹ് പ്രകാരം കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ഖബർ മാന്തണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ തന്നെയും ഇത് അവിടെ അസഹിൽ സാനി വരുന്നുണ്ട്, കുളിപ്പിച്ചില്ലെങ്കിൽ മാന്തണ്ടേ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവിടെയും മാന്തണം, ഖബർ മാന്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവനെ കഫൻ ചെയ്തിട്ട് വീണ്ടും മറവ് ചെയ്യണം. ഇനി വയസ്സന്നു യഖിഫ ജമാഅത്തുൻ ബഅദ ദഫ്നിഹിൻ ഖബരി സഅതൻ യസ്അലൂനഹു ലഹു തസ്ബീത്ത്. ഒരു കൂട്ടം ആൾക്കാർ അവൻ്റെ ഖബറിൻ്റെ അടുത്ത് നിൽക്കൽ, ദഫൻ ചെയ്തതിൻ്റെ ശേഷം കുറച്ച് നേരം നിൽക്കലും അവനക്ക് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കലും സുന്നത്താണ്. റവാ അബൂദാവൂദ് ഹാക്കിമു കാല സ്വഹീഹുൽ ഇസ്നാദ് അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു മയ്യിത്ത് ഖബറടക്കിയതിൽ നിന്ന് ഫാരിഗ് ആൽ വഖഫ അലി അവിടെ നിൽക്കും. വഖാല അസ്തഗ്ഫിറു ലി അഖീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യൂ, ഇസ്തിഗ്ഫാർ ചൊല്ലു. വസലു ലഹു തസ്ബീത്ത്, തസ്ബീത്തിനെ ചോദിക്കൂ. തസ്ബീത്ത് പറഞ്ഞാൽ അവനക്ക് സ്ഥിരപ്പെടണം അല്ലേ, അവരുടെ മുൻകറിനെ അവരുടെ സുആലിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം, വളരെ സ്ഥൈര്യത്തോടു കൂടെ ഉത്തരം പറയണം. അപ്പോൾ അതാണ് തസ്ബീത്ത് തന്നെ. ഫൈനവു ആന യുസ്അലു, ഇപ്പോൾ അവൻ എന്ത് ചെയ്യും, ചോദിക്കപ്പെടും, അവന് തസ്ബീത്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യസ്അലുല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ വൽഹിംഹുൽ ജവാബ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഇങ്ങനെ തസ്ബീത്ത് ചോദിച്ചുകൊണ്ട് നിൽക്കുക. വൈബാറത്ത് ശറയിൽ മദബി ഉസ്താബ യംകുസ അലൽ ഖബരി ബഅദ ദഫനി സഅത യദൂലിൽ മയ്യിത്തി വയസ്തഗ്ഫിറു ലഹു നസ്ഫ അലൈഹി ഷാഫി. അപ്പോൾ അതാണ് ശറൽ മദബിലുള്ള അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. വദ്ദഫഖ അലൈഹിൽ അസ്ഹാബു റാഫി ഇഖ്തസറ അല യഖിഫ അലൽ ഖബരി വയസ്തഗ്ഫിറ ലിൽ മയ്യിത്തി. അപ്പോൾ റാഫി മാമ എത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റേടത്ത് കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. വദക്കറൽ ഹദീസ്, എന്നിട്ട് റാഫി മാമ ഈ ഹദീസാണ് പറഞ്ഞത്. വയുസന്നു ലി ജീറാനി അഹ്ലിഹി തഹിയ്യത്തു ത്വാമീൻ യുഷ്ബിഉഹും യൗമഹും വലൈലത്തുഹും. ഇസ്താബു ലി ജീറാനി അഹ്ലി, മയ്യത്തിൻ്റെ അഹ്ലിൻ്റെ ജീറാൻ അയൽവാസികൾക്ക് സുന്നത്താണ് തഹിയ്യത്തു ത്വാമീൻ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ, ലി യുഷ്ബിഉഹും യൗമഹും വലൈലത്തുഹും, ആ മരിച്ച ദിവസത്തിൻ്റെ പകലും രാത്രിയൊക്കെ. കാരണം ലി ഷുഗലിയും, ആ മരിച്ച ആൾക്കാരുടെ അഹ്ലിക്കാർ അവർക്ക് എന്താണ് ജോലിയുണ്ട്, ബിൽ ഹുസ്നി അനുവദിനെ തൊട്ട് ഭയങ്കര ദുഃഖമായതുകൊണ്ട്. അതേമാതിരി തന്നെ യുലിഹ അലൈഹിം ഫിൽ അക്കിലി, യുലഹു അലൈഹിം, അവരുടെ മേലിൽ നിർബന്ധിപ്പിക്കണം, ഫിൽ അക്കിലി തിന്നാൻ, നദ്ബലി അല്ല ലൊഅഫു ബിതർക്കിഹി, ആ ഭക്ഷണം ഒഴിവാക്കുന്നത് കൊണ്ട് അവർക്ക് ലൊഅഫ് വരും, ആകെ ബലഹീനരാകും. അതുകൊണ്ട് അവരെ പെട്ടെന്ന് എല്ലാം ഭക്ഷണം കഴിപ്പിക്കണം. യഹ്റുമു തഹിയ്യത്തുലിൻ നായിഹാത്തി, കരയാൻ വരുന്ന വാടക എടുക്കുന്ന പെണ്ണുങ്ങളില്ലേ, ഓൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ഹറാമാണ്. വല്ലാഹു അഅലം. അപ്പോൾ എന്താണ് ഇത് ലിയന്നു യാനത്തുൻ അല മാസിയത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച സംഗതിയല്ല ഈ നായിഹാത്ത് എന്നുള്ളത്. അതുകൊണ്ട് ലിയന്നു യാനത്തുൻ അല മാസിയത്തി വഖൗലു ജീറാനി അഹ്ലി എന്നുള്ളത് ഹസനു കമാ കാല ഫി റൗലത്തി മിൻ ഖൗലി റാഫി ലി ജീറാനിഹി എന്നുള്ളതിനെക്കാട്ടിയും ലി ജീറാനി അഹ്ലിഹി എന്ന് പറഞ്ഞതാണ് നല്ലത്. ലി യദ്ഖുല ഫീ മലു കാനൽ മയ്യിത്തു ഫീ ബലദിൻ വഅഹ്ലുഹു ഫീ ഗൈരി. എന്നാൽ ലി ജീറാനിഹി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരിച്ചതിൻ്റെ ശേഷം ചിലപ്പോൾ അവൻ മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിണ്ടാവും മരിച്ചതിൻ്റെ ശേഷം. പിന്നെ അവൻ്റെ ജീറാനിഹി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, കാരണം അവന് മരിച്ചു കിടക്കുന്നത് വേറെ വീട്ടിലാവും. അതുകൊണ്ട് തന്നെ ഈ ജീറാനി അഹ്ലിഹി എന്ന് പറഞ്ഞതാണ് ഏറ്റവും നല്ലത്. അഹ്ലു ഫി വരിഹി വേറെ നാട്ടിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട്. വൽ അബായിദും മിൻ കറാബത്തി കൽ ജീറാനി, ഈ കറാബത്തിലുള്ള അബായിദും എന്താണ് ജീറാനെ പോലെ തന്നെയാണ്. അപ്പോൾ അവർക്കും എന്ത് ഈ ഒരു ഉത്തരവാദിത്തമുണ്ട്. വദക്കറു ഫി റൗലത്തി കാസ്ലിഹ വൽ അസ്ലു ഫി ദാലിക ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ജാ ഖബറു ഖത്ലി അബി ജാഫർ ബിൻ അബി ത്വാലിബ് ഫി വസ്വത്തി മുഅത്തത്ത് ഇസ്നഉ ലി ആലി ജാഫർ തുആമൻ. അപ്പോൾ എന്താണ് ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവാർത്ത മൂത്തത് യുദ്ധത്തിൽ വല്ലാത്തൊരു മരണമാണ് ജാഫർ ബിൻ അബി താലിബ് എന്നിവരുടെ മരണം അല്ലേ. ജാഫറിന് തൊയ്യാറാണ്. തൊയ്യാർ എന്ന് പറയാൻ കാരണം ജാഫർ റളിയല്ലാഹുവിന് ചിറകുകളുണ്ട് സ്വർഗത്തിൽ. കാരണം എന്താ, ജാഫർ റളിയല്ലാഹുവിൻ്റെ ഓരോ കൈകളും വെട്ടി 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 ഒരു വലത് കൈ വെട്ടിയപ്പോൾ ഇടത്തെ കൈയിലേക്ക് ഇസ്ലാമിൻ്റെ ആ ഒരു ധ്വജം കൊടി ഏന്തി, അങ്ങനെ ഇടത്തെ കൈയും വെട്ടി, അങ്ങനെ അങ്ങനെ എല്ലാ അവയവങ്ങളും മുറിക്കപ്പെട്ടിട്ട് വല്ലാത്തൊരു മരണമാണ്. അപ്പോൾ ആ മരണ വാർത്ത ജാഫർ റളിയല്ലാഹുവിൻ്റെ മരണ വാർത്ത വീട്ടിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇസ്നൗലി ആലി ജാഫർ തുആമൻ, ജാഫർ റളിയല്ലാഹുവിൻ്റെ
കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ. ഫഖദ് ജാഅഹും മാ യുശ്ഗിലുഹും, അവരിലേക്ക് എത്തിയ വിവരം അവരെ ജോലിയാക്കുന്നതാണ്. അവർക്ക് വല്ലാത്തൊരു എന്താണ് പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാകൂല അല്ലേ. അതായത് നമുക്കിപ്പോൾ ഒരുപാട് ജോലികളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ എന്താണ് ഒഴിവായി അല്ലേ. അവർക്ക് വലിയൊരു പണി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞ മാതിരി തന്നെ അവർക്കൊരു ഷുഗൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. റവാഹു അബൂ ദാവൂദ് വഗൈറു ഹസനഹു തിർമിദി വഖാലൽ ഹാക്കിമു സഹീഹുൽ ഇസ്നാദ്. അപ്പോൾ മൂത്തത്ത് എന്നുള്ളത് ബിളമ്മിൽ മീമി വസുക്കൂനിൽ ഹംസതി മൗലിയും മാറൂഫിൻ ഇന്ദൽ കർക്ക് എന്നുള്ളതിൻ്റെ അടുത്തുള്ള അറിയപ്പെട്ടൊരു സ്ഥലമാണ് മൂത്തത്ത് എന്നുള്ള സ്ഥലം. ഒക്കുദല ജാഫർ ഫി ജുമാദ സനത്ത് സമാൻ, ജാഫർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത് എന്താണ് 8ാം വർഷം ജുമാദയിലാണ്. ഏതായാലും അപ്പോൾ നമ്മളെ ഈ ഒരു ബാബ് കഴിയുകയാണ്. ജസാക്കുമുല്ലാ. കേട്ടതിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.